കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി. പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്തിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ദീപേഷ് കുമാറാണ് പിടിയിലായത്. 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസിന്റെ പിടിവീണത്. കൂടുതൽ വിവരങ്ങൾ ശ്യാം പ്രസാദ് ഉത്തമൻ നൽകും. ശ്യാമ, വലിയ അളവിലാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതും അത് വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായതും. ഒരുപക്ഷെ വിശദമായ പരിശോധന നടത്തിയാൽ ഇതിൽ കൂടുതൽ പരാതിക്കാർ വേറെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് ഇയാളിലേക്ക് വിജിലൻസ് എത്തിയത്? ഇന്ന് രാത്രിയോടുകൂടിയാണ് വിജിലൻസ് കെണിയൊരുക്കി ഇയാളെ പിടികൂടിയത്. അതായത് ഗോഡൌണിന് നമ്പർ ഇട്ട് നൽകുന്നതിനാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഈ പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്തിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടുള്ള ദീപേഷ് കുമാറാണ് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ട് വിജിലൻസിന്റെ പിടിയിലാവുക. ഇയാൾ ചോദിച്ചത് 20 ലക്ഷം രൂപയാണ്. അതിൽ 10 ലക്ഷം രൂപ ഇയാൾ ചെക്കായിട്ട് കൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് പിടികൂടുന്നത്. നട റോഡിൽ വെച്ച് തന്നെയായിരുന്നു ഇയാൾ കൈക്കൂലി വാങ്ങിയത്. ഉടൻ തന്നെ വിജിലൻസ് ഇയാളെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇയാൾ മുൻപ് ഇതിനുള്ള ഓഫീസുകളിലടക്കം വിശദമായ രീതിയിൽ അക്കാര്യങ്ങളടക്കം പരിശോധന ഉണ്ടാകുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഗോഡൌണിന് നമ്പർ ഇട്ട് നൽകാൻ പലവട്ടം സമീപിച്ചുവെങ്കിലും നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. തുടർന്നാണ് കൈക്കൂലി നൽകിയാൽ മാത്രമേ ഇത് ലഭ്യമാകൂ എന്ന് അറിയുക. അതിനുശേഷമാണ് ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയും തുടർന്ന് ഇത്തരത്തിലൊരു ട്രാപ്പ് വിജിലൻസ് ഒരുക്കുകയും ചെയ്തത്. ആ ട്രാപ്പിലാണ് ഇപ്പോൾ ഈ പുത്തൻകുരിശ് വടവുകോട് പഞ്ചായത്തിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായിട്ടുള്ള ദീപേഷ് കുമാർ പിടിയിലായത്. നിലവിൽ ഇയാളെ ഇപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക്. ശരി, കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.